പഴയ അമേസിൽ നിന്നും പുതിയ അമേസിൽ വന്നിട്ടുള്ള മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. സെയിം എഞ്ചിൻ തന്നെയാണ് വാഹനത്തിൽ ഉപയോഗിച്ചിട്ടുള്ളത്, സെയിം മൈലേജുമാണ്. എന്നാൽ CVT മാത്രം 1 കിലോമീറ്റർ മൈലേജ് കൂടുതൽ അവകാശപ്പെടുന്നുണ്ട്. ഈ ഒരു എഞ്ചിൻ വളരെ സ്മൂത്തും റിഫൈൻഡും ആണെന്നുള്ളത് നമുക്ക് പരിചയമുള്ളതാണ്. കാര്യമായ മാറ്റങ്ങൾ വന്നിട്ടുള്ളത് ഇന്റീരിയറിലും എക്സ്റ്റീരിയറിലുമുള്ള ഡിസൈനിങ്ങിലാണ്. എലിവേറ്റിന്റെയും ഹോണ്ട സിറ്റിയുടെയും ഡിസൈൻ സ്റ്റൈലാണ് വാഹനത്തിൽ ഉപയോഗിച്ചിട്ടുള്ളത്. ഫ്രണ്ടിലെ ഹെഡ്ലാമ്പ് യൂണിറ്റ് എല്ലാം പുതുമയുള്ളതാണ്. എലിവേറ്റിൽ കണ്ടുള്ള ഏകദേശം അതേ ഡിസൈൻ തന്നെയാണ് ഇവിടെയും കൊടുത്തിട്ടുള്ളത്. DRലും ഇൻഡിക്കേറ്ററും ഒരേ പാറ്റേണിൽ തന്നെയാണ് നൽകിയിട്ടുള്ളത്. ORVMൽ കൊടുത്തിട്ടുള്ള ക്യാമറ നമുക്ക് ഇവിടെ കാണാം. ഡാഷ്ബോർഡ് പൂർണ്ണമായും പുതിയൊരു സ്റ്റൈലിലേക്ക് വന്നിട്ടുണ്ട്. 8 ഇഞ്ച് ടച്ച് സ്ക്രീൻ ഇൻഫർടൈൻമെന്റ് സിസ്റ്റം, 7 ഇഞ്ച് സെമി ഡിജിറ്റൽ ഡ്രൈവർ ഡിസ്പ്ലേ, വയർലെസ് ഫോൺ ചാർജർ എന്നിവ പുതിയതാണ്. സ്റ്റാൻഡേർഡ് ആയി 6 എയർ ബാഗും ഏറ്റവും എടുത്തു പറയേണ്ടതായിട്ടുള്ള ADAS 2 ലെവൽ ഫീച്ചറും വാഹനത്തിലുണ്ട്. ഇതിൽ ലൈൻ കീപ്പ് അസിസ്റ്റന്റ്, അഡാപ്റ്റീവ് ക്രൂയിസ് കൺട്രോൾ, ഫോർവേഡ് കൊളിഷൻ വാർണിംഗ് എന്നിവ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വാഹനം എവിടെയെങ്കിലും ചെന്ന് ഇടിക്കുമോ എന്നുള്ളൊരു പേടി നമുക്ക് വേണ്ട. മെയിൻ ആയിട്ടും ക്വാളിറ്റിയാണ് ഹോണ്ട അമേസിൽ കൊണ്ടുവന്നിട്ടുള്ളത്. ഹോണ്ട സിറ്റി വാങ്ങാൻ കാശ് തികയുന്നില്ലെങ്കിൽ എന്തുകൊണ്ടും യോജിച്ചൊരു ഓപ്ഷനാണ് ഹോണ്ട അമേസ് എന്നുള്ളത്. 10 വർഷത്തെ അൺലിമിറ്റഡ് കിലോമീറ്റർ വാറണ്ടി വാഹനത്തിന് നൽകിയിട്ടുള്ളത് വലിയൊരു ആശ്വാസമാണ്.